ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ റുകൂഉം സുജൂദും ആരാധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടതും ഏറ്റവും പ്രധാനമായതുമായ ഒരു ആരാധനയാണ് നിസ്കാരം. ഇസ്ലാമിന്റെ ശിആർ പരസ്യമായി വെളിവാകുന്നത് സത്യത്തിൽ നിസ്കാരം കൊണ്ട് മാത്രമാണ്. നോമ്പ് കൊണ്ട് പരസ്യമായിട്ട് ഇസ്ലാമിന്റെ ചിഹ്നം വെളിപ്പെടുത്താൻ കഴിയില്ല. സക്കാത്തും രഹസ്യമായിട്ട് കൊടുക്കലാ നല്ലത്, പരസ്യമായി കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് മുസ്ലിമിനെയും അല്ലാത്തവനെയും വേർതിരിക്കാൻ കഴിയില്ല. 4 മുതലാളിമാര് സക്കാത്ത് കൊടുത്തതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങൾക്കും വേർതിരിവ് കിട്ടുമോ? ഒരിക്കലുമില്ല. ഹജ്ജ് പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ ചെന്നുകൊണ്ട് നിർവഹിക്കുന്നത് കൊണ്ട് അതും ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ലാഹിറായി പരസ്യമായി വിശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നം വെളിപ്പെടുത്തുക എന്ന ആ ഒരു തത്വത്തിന് അത് പ്രായോഗികമാവില്ല. മറിച്ച് ലോകത്തിന്റെ ഏതൊക്കെ മുക്കുമൂലകളിൽ സത്യവിശ്വാസികൾ അധിവസിക്കുന്നുവോ അവിടങ്ങളിലെല്ലാം അള്ളാഹു ആരാധിക്കപ്പെടുന്നവനാണെന്ന് വിളിച്ചറിയിക്കുന്ന പരസ്യമായ ഒരു ആരാധന. അതുകൊണ്ടാണ് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കപ്പെടണം. എല്ലാവർക്കും വരാനും പോവാനും പറ്റിയ പരസ്യമായ ഇടങ്ങളിൽ വെച്ച്, ഏതെങ്കിലും രഹസ്യ അറകളിൽ വെച്ചോ. കോവിഡ് സമയത്ത് നമ്മളൊക്കെ ബങ്കറുകളിൽ വെച്ചൊക്കെയാണ് നിസ്കാരം നിർവഹിച്ചിരുന്നത്. അങ്ങനെയല്ല, സാധാരണഗതിയിൽ പരസ്യമായ നിലക്ക് ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കപ്പെടണം. മുഅ്മിനിന്റെയും മുസ്ലിമിന്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള ഏക അന്തരം അത് നിസ്കാരം നിലനിർത്തലാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. ആ പരിശുദ്ധമായ നിസ്കാരം നിർവഹിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളുടെ നേരെ ചോദ്യം ചെയ്യപ്പെടുകയും ലക്ഷക്കണക്കായ അല്ലെങ്കിൽ ആയിരക്കണക്കായ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുണ്ട്. മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ വരെ മുസ്ലിം ഭരണാധികാരികളുടെ വിശാല മനസ്കത കൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആരാധിക്കാൻ ക്ഷേത്രങ്ങളും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളികളും എല്ലാം നിർമ്മിച്ചു നൽകപ്പെടുന്നുമുണ്ട്. ഇസ്ലാമിന്റെ സഹിഷ്ണുത ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെളിവാക്കപ്പെടുമ്പോൾ ഒരു രാജ്യത്തിൽ മാത്രം കുടിലമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന സങ്കുചിത മനസ്കരായ ഒരു വിഭാഗം ആളുകൾ എന്ന് മാത്രം നമ്മൾ പറഞ്ഞെടുത്ത് നിന്നും കുറച്ചുകൂടി ഉയർന്ന് ഒരു ഭരണകൂടം തന്നെ അതിന് കുടപിടിച്ചു കൊടുത്തുകൊണ്ട് നേരിട്ട് ചെന്നുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്ന നീചവും ഭീകരവുമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം അധപ്പതിച്ച് തരം താഴ്ന്നു പോയ ഒരു സാഹചര്യത്തിലാണ് വർത്തമാനകാല ഇന്ത്യൻ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എന്ന സങ്കടം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യാം. എന്താണ് അവസ്ഥ? പോണ വൈക്കുന്ന മുസ്ലിമീങ്ങളെ പിടിച്ചിട്ട് കൂട്ടിപ്പിടിച്ച് അവരെ ബന്ധനസ്ഥരാക്കിയിട്ട് പിന്നെ ജയ് ശ്രീരാം വിളിപ്പിക്കും. നമ്മളിപ്പോ ഒരു മുസ്ലിമിനെ ഒരു അവിശ്വാസിയെ നമ്മൾ വഴിയും തടഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലടാന്ന് പറഞ്ഞ എന്താണ് അതിന്റെ വിധി? എന്താ ആ വ്യക്തിയുടെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ദീനിൽ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ഒരാളെ പിടിച്ചു വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിച്ചാൽ അഥവാ ചെല്ലിയാൽ തന്നെ അവന്റെ ഇസ്ലാം ശരിയാവില്ല. ഇതെന്താ വഴിക്കുന്നു പറയാം, അങ്ങനെ പറയും. നീ നിന്റെ മതത്തിന് രാജിവെക്ക്, മരണം വരെ ഞാൻ ഈ ആശയത്തിൽ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കുക. അടി ഭയന്ന് ജീവഹാനി ഭയന്ന് ചില സാധുക്കൾ അത് പറയുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു വഴിയാണെന്ന് പാവപ്പെട്ട ഏതോ ഹിന്ദുക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർ സഹിഷ്ണുതയുള്ളവരാണ്, അവർ വിശാല മനസ്കരാണ്. ഈ കേരളത്തിൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് പരപതാനി വിരിച്ചു കൊടുത്തത് കേരളീയ ഹൈന്ദവ സഹോദരങ്ങളാണ്. അങ്ങനെ എവിടെ നോക്കിയാലും മറ്റിതര മതക്കാർ ഇസ്ലാമിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഇന്ത്യയിലുള്ള വളർച്ചയുടെ പിന്നിൽ ഇവിടെയുള്ള മറ്റു മതക്കാർ ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. ഒരിക്കലും നമ്മളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഹിന്ദുത്വവാദികളായ ചെറിയ ന്യൂനപക്ഷം അവർ വിചാരിച്ചത് ഒരാൾ തൊള്ളോണ്ട് ഇങ്ങനെ അവരെ മതത്തിന്റെ മന്ത്രം ചെല്ലിപ്പിച്ചാലും മതത്തിന്റെ ആൾക്കാർ ഇങ്ങനെ കൂടും. ഇതൊക്കെ ഒരു തരം വിവരക്കേട്, ഇതൊക്കെ ഒരു തരം മാനസിക രോഗം എന്നല്ല എന്താ പറയാ. ഇസ്ലാം ഒരാളെയും നിർബന്ധിക്കുന്നില്ല. പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് കൂലം കുത്തിയൊടുക്കാൻ ഒരാളും ശ്രമിച്ചിട്ടല്ല, ഒരാളും നിർബന്ധിച്ചിട്ടല്ല, ഒരാളും ഒരു ഫോൺ കോൾ ചെയ്തിട്ടല്ല, ഒരാളും ഒരു കത്തയച്ചിട്ടല്ല, ഒരാളും ഒരു SMS പോലും അയച്ചിട്ടല്ല. സ്വയം മനസ്സിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കടന്നു കയറാ ബുദ്ധിയുള്ളവരൊക്കെ വായിക്കുന്നു,
പഠിക്കുന്നു, അറിയുന്നു, ലോകത്തിന്റെ ചുറ്റുപാടുകൾ വിലയിരുത്തുന്നു, മതങ്ങൾ തമ്മിൽ അവർ താരതമ്യ പഠനം നടത്തുന്നു. എന്നിട്ട് സുന്ദരമായ ഏകദൈവ വിശ്വാസം, ഏക ഇലാഹായ അല്ലാഹുവിൽ അധിഷ്ഠിതമായ ഒരു ഈമാൻ, അല്ലാഹുവിന്റെ പ്രവാചകനായ ലോകത്തെവിടെയും എഴുന്നു നിൽക്കുന്ന സംസ്കാര സമ്പന്നമായ ശുദ്ധമായ ഒരു ശരീഅത്തിനെ നമുക്ക് സമ്മാനിച്ച ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കുകയാണ് ജനങ്ങള്. അല്ലാഹുവിന് ചിത്രങ്ങളില്ല, ഫോട്ടോകളില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹിന്റെ ചിത്രം വെച്ചിട്ടല്ല. യേശു ക്രിസ്തുവിന്റെ ആളുകൾ എന്ന് പറയുന്നവർ യേശുവിന്റെ ഭീമാകാരമായ പ്രതിമകൾ സ്ഥാപിക്കുന്നു. ബൈബിൾ പറയുന്നു, പ്രതിമകൾ നിർമ്മിക്കാനോ പ്രതിമകളെ പൂജിക്കാനോ ആരാധിക്കാനോ പാടില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ആധുനിക ക്രിസ്ത്യാനി അവൻ യേശുവിന്റെ ഫോട്ടോയും യേശുവിന്റെ ചിത്രവും യേശുവിന്റെ ബിംബവും വെച്ച് പൂജിക്കുകയാണ്. അങ്ങനെ ഒരു ചിത്രം കണ്ടിട്ടാണ് യേശുവിനെ ആളുകൾ മനസ്സിലാക്കുന്നത്. മറ്റു മതക്കാരാവട്ടെ 33 കോടി ദേവന്മാരുടെ ചിത്രങ്ങളും ഫോട്ടോകളും ലഭ്യമായതൊക്കെ വെച്ചുകൊണ്ട് ആരാധിക്കുന്നു. നമുക്ക് പരിഭവമില്ല. ഇന്ത്യയിൽ ആർക്കും എങ്ങനെയും ആരാധിക്കാനും മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ മതത്തിന്റെ ഇസ്സത്താണ് ഞാൻ പറയുന്നത്. അള്ളാഹിന്റെ ചിത്രം കണ്ടിട്ടല്ല നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ സർവ്വവ്യാപിയാണ്, അവന് രൂപമില്ല ഭാവമില്ല എന്നുള്ളത് ശരി, അവന് ചിത്രം വരക്കാൻ പറ്റൂല എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രം, യേശുവിന്റെ ആ കാണുന്ന ചിത്രം ഒരിക്കലും ഫോട്ടോഗ്രാഫി കൊണ്ട് പിടിച്ച ചിത്രമൊന്നല്ല, ഭാവനാ ചിത്രമാണ്, ആളുകൾ വരച്ചുണ്ടാക്കിയതാ. അതേമാതിരി ഒരു ചിത്രം റസൂലുള്ളാഹിന്റെ വരച്ചുണ്ടാക്കി കൂടെ എന്നിട്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ സ്നേഹിച്ചൂടെ? ഏറ്റവും സുന്ദരമായ ഒരു കലാനിർമ്മിതി ഉണ്ടാക്കി വെച്ചൂടെ? ഹാശാവകല്ല, അങ്ങനെയുള്ള സ്നേഹമൊന്നും വേണ്ട. മെറ്റീരിയലുകളുമായി ബന്ധിച്ച്, സാധന സാമഗ്രികളുമായി ബന്ധപ്പെടുത്തി, വസ്തുക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്നേഹം വേണ്ട. ഇത് ഒരു പ്രകാശമാണ്, നൂറാണ്. ഇത് എന്നൊന്നും നിലനിൽക്കുന്നതാണ്. അത് കേവലം ഒരു ചിത്രത്തിലോ ഫോട്ടോയിലോ ഒരു മനുഷ്യന്റെ കലാഭാവനയിലോ ഒതുക്കാവുന്നതല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതും അവിടുന്ന് കൊണ്ടുവന്ന വിശുദ്ധമായ ശരീഅത്തിന്റെയും സൗന്ദര്യം എന്ന് ലോകം മനസ്സിലാക്കി അവരങ്ങനെ തുടങ്ങി. ഹക്കായ റബ്ബിലേക്ക് അവരെത്തിപ്പെടുന്നു. ആരും ചെല്ലിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിതമായ സമീപനങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവര് ഹിന്ദുത്വവാദികളുടെ മതം പ്രചാരണം. അതുകൊണ്ട് അവർക്ക് ഇവിടെ കുറെ ആൾക്കാർ, ഇസ്ലാമിക്ക് ആൾക്കാർ ഇങ്ങനെ ഒഴുകണം. നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വിവരക്കേട്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ബുദ്ധിയുള്ളവരൊക്കെ എന്താ പറയണത്? ലക്ഷക്കണക്കായ ക്ഷേത്രങ്ങളെ നമുക്കില്ലേ, അവിടെ പോയിട്ട് ആരാധിച്ചാൽ പോരെ? മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനുകളുടെ നടുവിൽ പടുത്തുയർത്തപ്പെട്ട പള്ളികൾ തച്ചു തകർത്ത് ആ ഖബർസ്ഥാന്റെ നടുവിൽ, അങ്ങനെയുള്ള ഖബർസ്ഥാന്റെ ചുറ്റും ഖബറുകളും നടുവിൽ പള്ളിയുണ്ട്. ആ പള്ളിയിൽ അവിടെ തന്നെ ഒരു ക്ഷേത്രം പണിത് പൂജ നടത്തുക എന്നുള്ളത് എന്തിനാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? മുസ്ലിം അല്ല. ഇവിടുത്തെ സാമാന്യ ബുദ്ധിയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വരെ പറയും സങ്കടമാണ്, സങ്കടമാണ്. രണ്ടാമത്തതാണ് ഇപ്പോ ഷഹീദായിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ അതിന്റെ നിലവറയിൽ പൂജ തുടങ്ങി. നാളെ മറ്റന്നാളെ തച്ച് തകർക്കപ്പെടും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയാണ് നടക്കുക എന്ന് അല്ലാഹു റസൂലുഹു പഠിച്ച റബ്ബി ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ, ആമീൻ എന്നത്. ഞാനത് പറയാൻ കാരണം മെഹറാജുമായി ബന്ധപ്പെട്ടെന്ന് സൂചിപ്പിച്ച അള്ളാഹുവിനെ നടത്തുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ആ നിസ്കാരത്തിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കത് നൽകിയതിന്റെ വാർഷികമാണ് ഈ റജബിന്റെ 27ാമത്തെ രാവിൽ, അതായത് അടുത്ത വ്യാഴാഴ്ച രാവ്, അതിന്റെ രാവ്. അത്തരം ഒരു രാവിലെ അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ നിഅമത്ത് അതിനെ പരസ്യമായി നിർവഹിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ആഖിർ സമാനിൽ ഈ ഉമ്മത്ത് മടങ്ങിപ്പോകുന്ന ഭീകരമായ ഒരവസ്ഥ. ഇസ്ലാം അത് ഗരീബായി കൊണ്ടാണ് വെളിവായത്. ആർക്കും അറിയാത്തൊരു വിദേശിയായി അപരിചിതനായിട്ടാണ് അത് വന്നത്. അത് അത് പ്രത്യക്ഷപ്പെട്ടതുപോലെ അത് മടങ്ങിപ്പോകും, അല്ലെങ്കിൽ അത് തുടങ്ങിയതുപോലെ അത് തിരിച്ചു പോകും. അതിൻ്റെതായ നെരിപ്പോട്, അതിന്റെ അഭയ കേന്ദ്രമായ മദീനയിലേക്ക് അത് തിരിച്ചു പോകുന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കാലത്ത് ജീവിക്കുന്നവർക്കാണ്, ഇസ്ലാമിന്റെ ഹക്കായ ആശയാദർശങ്ങളെ മുറുകി പിടിക്കുന്നവർക്കാണ് സന്തോഷമാകുന്ന സന്തോഷമൊക്കെയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അടിയുറച്ചു നിൽക്കാൻ, പ്രലോഭനങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് ദീനിനെ പണയം വെക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹു നമ്മളെയോ നമ്മളെ മക്കളെയോ ഒന്നും എത്തിക്കാതിരിക്കട്ടെ, ആമീൻ. നമുക്ക് മെഹറാജാണ് വരുന്നത്. വലിയൊരു വയറ് പറയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാവില്ലല്ലോ, അങ്ങനെയല്ല കുറെ നേരം കേൾക്കാം. എന്നാലും ഇത്ര ആളുകളെങ്കിലും ഇരിക്കണവർക്ക് 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാം. എന്താണെന്നറിയോ?
മേറാജ് എന്ന് പറഞ്ഞ ഒരു അടയാളപ്പെടുത്തേണ്ട ഇസ്ലാമിന്റെ വലിയൊരു ഷിയാറാണ്. ഇവിടുത്തെ മുബത്തദിഈങ്ങളും പുത്തനാശയക്കാരും പറയുന്നത് പോലെയല്ല. അവര് അള്ളാഹുവിന്റെ ഹബീബിന് എന്തെങ്കിലുമൊക്കെ വലുപ്പത്തിലുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ അത് ഇല്ലാതാക്കുന്ന ശ്രമമാണ് മുബത്തദിഈ നടത്തുക. നമ്മളെ നേതാവിന്റെ മേന്മയും മഹത്വം തുറന്നു കാണിക്കാനും അത് അംഗീകരിക്കാനുമാണ് നമ്മൾ തയ്യാറാവുക. പരിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയാണ്, ഹദീസുകൾ അതിന് സാക്ഷിയാണ്. മേറാജ് പോയി വന്നതിന് ശേഷം അതേക്കുറിച്ച് വിശദീകരിച്ച ദീർഘമായ ഒരു ഹദീസ്, യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സംഭവ വികാസങ്ങളെ വളരെ വ്യക്തമായി പ്രതിപാദിച്ച് അതിനെ വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദീകരിക്കപ്പെടുന്നുണ്ട്. അത് വിശദമായിട്ട് പറയാനൊന്നും ഇവിടെ സമയമില്ല. പക്ഷെ ബർക്കത്തിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കട്ടെ, അത് ഹഖായ ഒരു സംഭവം. ചിലരൊക്കെ പറയാതെ ഉറക്കത്ത് കണ്ടതാണ്, സ്വപ്നം കണ്ടതാണ്. സ്വപ്നം കണ്ടതാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ഇത്ര വലിയൊരു മഹത്വമായിട്ട് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ എന്ന ഈ യാത്രയുടെ പേര് പറഞ്ഞിട്ട് ഒരു സൂറത്ത് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? ആ സൂറത്തിന്റെ ആദ്യ ആയത്തിൽ തന്നെ അതിനെ കുറിച്ചുള്ള അതിന്റെ രത്നച്ചുരുക്കങ്ങൾ, ഓരോ പദങ്ങളിലും ഒരുപാട് അസ്റാറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആയത്ത് അള്ളാഹു തആല ഇറക്കേണ്ടതുണ്ടോ? അങ്ങനെ സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ എന്ന് സൂറത്തുൽ നജ്മിൽ അല്ലാഹുവിനെ പറയേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് അടുത്തു, അമ്പും വില്ലും അടുത്തതിനേക്കാൾ അടുത്തു. അങ്ങനെ അള്ളാഹു അവന്റെ ദാസന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇതൊക്കെ സ്വപ്നം കാണലാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എന്തൊക്കെ സ്വപ്നം കാണുന്നു, എന്തെല്ലാം അത്ഭുതകരമായ സ്വപ്ന ദർശനങ്ങളും ഉണ്ടാവും. ആ പേരും പറഞ്ഞ് ഇവനെയൊക്കെ മേറാജ് നടത്തിയവനാന്ന് പറയാൻ പറ്റുമോ? എത്രയെത്രയോ മഹാന്മാര് അള്ളാഹുവിന്റെ അർശങ്കിലേക്ക് പറന്നു പോകുന്ന സ്വപ്നം കണ്ടതായി കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പടച്ച തമ്പുരാനെ തന്നെ സ്വപ്നം കണ്ട കഥകൾ എത്രയോ മഹാന്മാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹുവിനെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല സഹോദര. പക്ഷേ മനുഷ്യന്റെ അകക്കണ്ണുകൊണ്ട് റബ്ബിനെ കാണുന്നതിന് തെറ്റില്ലെന്ന് കിതാബുകളിൽ ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ട വിഷയം. ദുനിയാവിൽ നിന്ന് പടച്ച റബ്ബിനെ ഖൽബുകൊണ്ട് അള്ളാഹുവിന്റെ നൂറ് ദർശിക്കാൻ കഴിയും. അതിന് മുശാഹദ എന്ന് പറയും. സ്വപ്നത്തിലും ആ മുശാഹദയുണ്ടാകാം, ഉണർവിലും ആ മുശാഹദയുണ്ടാകാം. മുശാഹദ ആത്മാവിന്റെ ദർശനമാണ്. ആ ദർശനം ദുനിയാവിൽ നിന്നുണ്ടാകാം. അതുണ്ടായ എത്രയോ മഹാന്മാരുണ്ട്. റസൂലുള്ളാഹിന്റെ ഈ സ്വപ്നത്തിനും അതിനെന്ത് വ്യത്യാസം ഉണ്ടാവുക? ഒരിക്കലും അതൊരു സ്വപ്നമായിരുന്നില്ല. എന്ന സൂറത്തുൽ ഇസ്രായിലെ ലഫ്ള് വിശദീകരിച്ച് ഇമാം സുയൂത്തിയെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ എന്നാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ, അടിമ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം എന്നാണ് അതിന്റെ അർത്ഥം. മജ്ജയും മാംസവും അസ്ഥിയും എല്ലാം അടങ്ങുന്ന ഒരു ശരീരം. ആ ശരീരത്തെ കൊണ്ടുപോയി എന്ന് തന്നെയാണ് അസ്റാ ബി അബ്ദിഹി എന്ന ആ പദം സൂചിപ്പിക്കുന്നതെന്ന് മഹാന്മാർ ആധികാരികമായി തെളിയിക്കുമ്പോൾ നാല് വഹാബി, നാല് മൗദൂദി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വവാദികൾ ഹക്കിനെ നിഷേധിക്കണ മാതിരിയാണ് ഈ മുബത്തദിഈങ്ങൾ ഹക്കിനെ നിഷേധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിനെ പുറത്ത് കാഫിർ എന്നുള്ള അർത്ഥത്തിനല്ല, സത്യം കണ്ണടച്ചങ്ങട്ട് ഇരുട്ടാക്കി. ഈ ഒരു സ്വഭാവമാണ്. അള്ളാഹു സുന്നത്ത് ജമാഅത്തിൽ നമ്മളെല്ലാവരെയും അടിയുറപ്പിച്ചു തരട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു തആല കൊണ്ടുപോയി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടു. മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്തുള്ള അവിടുത്തെ മൂത്താപ്പാന്റെ മോള് ഉമ്മു ഹാനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ആ മസ്ജിദുൽ ഹറാമിന്റെ തൂണിൽ ബുറാഖിനെ കെട്ടിയിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, ഇറങ്ങണമെന്ന് പറഞ്ഞു. കൊണ്ടുപോയി നേരെ മസ്ജിദുൽ അഖ്സ, ഇന്ന് പശ്ചിമേഷ്യയിലെ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് ചർച്ച ചെയ്യപ്പെടുന്ന കാലം. അതിനെ വ്യഭിചരിക്കാൻ, അതിനെ ധ്വംസിക്കാൻ, അതിനെ നശിപ്പിക്കാൻ ജൂതപരിശകൾ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 30,000-ഓളമോ അല്ലെങ്കിൽ അതിലേറെയോ വരുന്ന മുസ്ലിം സഹോദരീ സഹോദരന്മാരെ കൊന്നുകൊടുപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ മിഅ്റാജിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആ നാട്ടിലേക്കാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു തആല ഇസ്രാ കൊണ്ടുപോയത്. അത് കേവലം ഒരു പള്ളിയല്ല, ഇസ്ലാമിലെ 3ാമത്തെ പള്ളി എന്ന് വെറുതെ ഒരു സ്ഥാനം കൽപ്പിച്ചതല്ല. അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്കുള്ള യാത്രാവേളയിൽ അള്ളാഹു കൊണ്ടുപോയ ഒരു ഇടത്താവളമാണ് ആ പരിശുദ്ധമായ ഭവനം. അള്ളാഹു അതിനെ പൂർണ്ണമായി മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായിൽ ചെന്ന് അവിടെ നടക്കേണ്ട കർമ്മങ്ങളൊക്കെ നടന്ന് അവിടുന്ന് പിന്നെ 1, 2, 3, 4, 5, 6, 7 ആകാശങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് റബ്ബിനെ നേരിട്ട് ദർശിച്ചു വന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വരെ അള്ളാഹുവിനെ അടുക്കിടയിൽ ഒരു പരിധി ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ 70 നൂറിന്റെ മറകളുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 70 ഹിജാബ്, 70 മറകൾ. പക്ഷെ അത് ഉൽമാനിയായ ഇരുട്ടിന്റെ മറകളല്ല,
പ്രകാശത്തിന്റെ മറകൾ, അങ്ങനെ 70 മറകളുടെ ഇപ്പുറത്ത് നിന്നിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് സംവദിക്കാറുണ്ടായിരുന്നത്. ആ മറയുടെ പരിധി വരെ മഹാനായ സഹയാത്രികനായ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ പോയി. അവിടെ എത്തിയപ്പോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോവണം, എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇതെന്ത് പരിപാടിയാ? ഞാൻ എന്റെ പെങ്ങളെ പെരയിൽ കിടന്നുറങ്ങുമ്പോൾ എന്നെ വിളിച്ചുണർത്തി കൊടുക്കുന്നത് നിങ്ങളാണ്. ഇതുവരെയുള്ള കാര്യങ്ങളും ദൃഷ്ടാന്തങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ച് വിവരിച്ചു തന്നത് നിങ്ങളാണ്. പിന്നെ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു അത്ഭുത ലോകത്തിൽ എന്നെ കൊണ്ടുവന്ന് തനിച്ചാക്കി നിങ്ങൾ തിരിച്ചു പോവാണോ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഇവിടെ നിന്നങ്ങോട്ടൊരു ചുവട് ഞാൻ കാലെടുത്തു വെച്ചാൽ ഞാൻ കരിഞ്ഞ് ഇല്ലാതെയായി പോകും, ഞാൻ ഭസ്മമായി പോകും. അല്ലാഹുവിന്റെ നൂറിന്റെ ആ ജലാലിയത്തിൽ ഞാൻ ഇല്ലാതെയായി പോകും. അത്രയും ശക്തമായ നൂറിന്റെ മറകളാണ് ഇതിന്റെ അപ്പുറത്തുള്ളത്. എനിക്ക് ഇവിടെ നിന്നങ്ങോട്ട് വരാൻ അനുമതിയില്ല ഹബീബേ. രാജാതിരാജനായ പടച്ച റബ്ബിന്റെ ഹദ്റത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ ഹിമയാണത്. ഏതൊരു രാജാവിനും ഒരു ഹിമയുണ്ടാകും. ഏതൊരു രാജാവ് വസിക്കുന്ന സിംഹാസനത്തിന്റെ പരിസരങ്ങളിലേക്ക് മന്ത്രിമാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അവരുടെ മേഖലയുണ്ടാകും. അത് രാജാവിന്റെ സ്വന്തം ഇടമാണ്. അവിടങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. രാജാവ് ദർശനം കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നവരെ കാത്തു നിന്നോളാം. പ്രിയമുള്ളവരെ, രാജാതിരാജനായ പടച്ച റബ്ബിന്റെ ആ മേഖലയിലേക്ക് പ്രധാനമന്ത്രിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നു. ജിബ്രീൽ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീലാണ്. ജിബ്രീൽ കരിഞ്ഞു എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ മനുഷ്യ ശരീരമായി പോകുന്ന വ്യക്തി കരിയാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രോമം പോലും കരിയാതെ അല്ലാഹുവിനെ നേരിട്ട് ദർശിച്ചുകൊണ്ട് തിരിച്ചു വന്നില്ലേ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അന മിൻ നൂരില്ലാഹ് വകുല്ലു ശൈഇൻ മിൻ നൂരി. ഞാൻ അല്ലാഹുവിനെ നേരിട്ടുള്ള കടഞ്ഞെടുത്ത പ്രകാശമാണ്. അല്ലാഹു അവന്റെ നേരിട്ടുള്ള നൂറ് കൊണ്ട് പടച്ചതുപോലെ വ്യക്തിയെ മാത്രമാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി. നിഴലില്ല പ്രവാചകൻ റസൂലുള്ളാഹിക്ക് സൂര്യന് നിഴലുണ്ടാവാറില്ല. കാരണം റബ്ബിന്റെ നൂറാൻ. ആ നൂറിനെ പകുത്തുകൊണ്ടാണ് സാക്ഷാൽ മുഖറബുൽ അംലാഖ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലും പടച്ചത്. പിന്നെ ആ ജിബ്രീലിന് അങ്ങനെ അത്രേ കഴിയുള്ളൂ. സ്ഥാനക്കുറവല്ലത്. വലിയ മഹാനാണ് അലൈഹിസ്സലാം. പക്ഷെ അതിന്റെയും മീതെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി രോമം പോലും കരിയാതെ ثم دنا فتدلى فكان قاب قوسين او ادنى سبحان الله فاوحى الى عبده ما اوحى. കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു നേരിട്ട്. സൂറത്ത് ഓതി നോക്കണം. അതിൽ ഈ പറയപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാതെ ഇഷ്ടായി ഒരു മനുഷ്യൻ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ചുരുക്കുകയാണ്, ഒരു 5 മിനിറ്റ് ഞാൻ പറയൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘ മുഹൂർത്തം ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതായിരിക്കും? മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്ന വ്യക്തിയുമായിട്ട് സംഗമിക്കാൻ കിട്ടുന്ന അവസരം. അതിന് ഞാനൊരു നാടൻ ഉദാഹരണം പറയാം. എന്താന്ന് വെച്ചാൽ, ചില പെൺകുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, നല്ല കൊട്ടാര സമാനമായ വീടിൽ രാജകീയമായ ചുറ്റുപാടിൽ എന്ത് വേണമെങ്കിലും ഉമ്മയും ബാപ്പയും മേടിച്ചു കൊടുക്കും, സംഘടിപ്പിച്ചു കൊടുക്കും. ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, ജീവിത വിഭവങ്ങളാവട്ടെ, എല്ലാം കിട്ടണ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഏതോ ഒരു ചെറ്റക്കുടലിൽ പാർക്കണ ഒരു സംസ്കാര ശൂന്യനായ ഏതോ ഒരു വൃത്തികെട്ട ഒരു ജന്തുവിനെ, അങ്ങനെ ഞാൻ പറയാൻ മനഃപൂർവ്വം പറയാം, സ്നേഹിച്ചു. എന്നിട്ട് ഓ വന്നിട്ട് ഒരു ബൈക്കുമായിട്ട് പുറത്തു നിന്നിട്ട് മെസ്സേജ് വിടടി, ഞാൻ ഇവിടെ നിൽക്കുന്നത് പോരും. ഇവളെന്താ ചെയ്യണത്? അവന്റെ ആമാടപ്പെട്ടിയിലുള്ള 100 പവൻ സ്വർണ്ണം എടുത്ത് സഞ്ചിയിലാക്കിയിട്ട് ഒരു പവന് പോലും വാങ്ങാൻ ഗതിയില്ലാത്ത ഒരു ചെക്കന്റെ കൂടെ ഈ കുലീന തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടി ഇറങ്ങി ഓടുന്നതിന്റെ പിന്നിലുള്ള സാങ്കത്യം എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുക. അവർ സ്നേഹിക്കപ്പെടുക, അവർ മനസ്സമലെടുത്തു. അവർ ശരീരം രണ്ടാണെങ്കിലും ആത്മീയമായിട്ട് റൂഹിയായിട്ട് ജസദ് രണ്ടാണെങ്കിലും അവർ മനസ്സുകൊണ്ട് ഒന്നായിപ്പോയി. ഇനി മോന്റെ ചുറ്റുപാടും പ്രശ്നം നോക്കും ഒന്നുമല്ല. അങ്ങനത്തെ ഒരു ചങ്ങായിന്റെ കൂടെ ഈ ഒരു സ്നേഹത്തിന്റെ പേരിൽ എത്ര നല്ല പെൺകുട്ടികൾ ഇറങ്ങിപ്പോയിട്ട് ജീവിതം തുലച്ച് കളയുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിന് വേണ്ടി തന്നെ മനുഷ്യൻ എല്ലാം ത്യജിക്കുന്നുവെങ്കിൽ അത് ചിന്തിക്കൂ. ഇത് ഇറങ്ങിപ്പോകുന്നത് ആര്? അടുത്തേക്കാണ്. കാണാൻ പോകുന്നത് ആരെയാണ്? എല്ലാം വിട്ടേച്ചുകൊണ്ട് കയറിപ്പോകുന്നത് എങ്ങോട്ടാണ്? ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും സംവിധാനം സൃഷ്ടിച്ച് ഏറ്റവും വലിയ ജമാലിന്റെ സൗന്ദര്യത്തിന്റെ ഇറാദത്തിന്റെ ഏറ്റവും ഉന്നതമായ ഉദാഹരണമായ എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും നൽകാൻ കഴിവുന്നവനുമായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ വിളിച്ചു. രാത്രി സമയത്ത് ഇറങ്ങിപ്പോയി. അന്തിപ്പാതിര നേരത്തെല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് തന്റെ കാമിനിയെ, തന്റെ കാമുകിയെ നമുക്ക് മനസ്സിലാക്കാൻ പറയാം. അതിന്റെയൊക്കെ എത്രയോ നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവര് തമ്മിലുള്ള പ്രണയം, അവര് തമ്മിലുള്ള സ്നേഹം. റബ്ബിനെ പ്രണയിച്ച് റബ്ബിനെ കാണാൻ കൊതിച്ചപ്പോ ഒരു പാതിരാ നേരത്ത് റബ്ബ് പറഞ്ഞു, ബൈക്ക് വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്, കയറിങ്ങോട്ട് പോര്. അതാ എല്ലാവരും ഉറങ്ങുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബൈക്കിന്റെ മേലെ കയറി ഒരൊറ്റപ്പോക്ക. കൂടെ വന്നത് മഹാനായ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന ബൈക്കോ ബുറാഖ് എന്ന് പറയുന്ന ലോകത്ത് ആരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വാഹനം. അതിൽ കയറിക്കൊണ്ട് ഈ പറയപ്പെട്ട ഇടങ്ങളിലേക്ക് നിമിഷ നേരങ്ങളെ കൊണ്ട് സഞ്ചരിച്ച് അതൊന്നും റസൂലുള്ളാഹി തങ്ങളെ ആശ്ചര്യപ്പെടുത്തിയില്ല. എത്തേണ്ടടുത്ത് അങ്ങോട്ട് എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വരെ മാറി നിന്നപ്പോ ഹദ്റത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് ആർക്കും അടുക്കാനോ അറിയാനും കഴിയാത്തൊരു നിലവാരത്തിൽ അതാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഉയർന്നില്ലേ, അടുത്തില്ലേ? ആ പ്രിയപ്പെട്ടവരെ, എന്തൊരടുപ്പമായിരുന്നു. അതല്ലേ നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷവേളയിൽ എന്താണ് കിട്ടേണ്ടത്? കിട്ടേണ്ടതൊക്കെ കിട്ടണം, എല്ലാം കിട്ടി. എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ളത് കിട്ടണ്ടേ? അതാണ് അല്ലാഹു തആല കൊടുത്തത്. ആ നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ജുമുഅയായിട്ട് ഞാനും നിങ്ങളും നിർവഹിച്ചത്. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി വിദേശയാത്ര നടത്തുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ കുഞ്ഞു മക്കളെ ഓർമ്മ വേണം, ആ മക്കൾക്ക് ആവശ്യമുള്ളത് കൊണ്ടുവരണം. ഇതല്ലേ വിദേശയാത്ര നടത്തി വരുന്നവരുടെ ലക്ഷ്യം? വിദേശത്തേക്ക് പോകുന്നതെന്തിനാ? എന്റെ കുട്ടികളെ കാര്യം ആലോചിച്ച് അവിടുന്ന് തിരിച്ചു വരുന്നതെന്തിനാ? മക്കളെ കാണണമെന്ന കൊതി വെച്ചു. അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമോ? എത്രയാ ചില സമയത്ത് ടിക്കറ്റ് ഫെയറുകളൊക്കെ, എന്തൊക്കെ ത്യാഗങ്ങളാണ്. അവിടുന്ന് ലീവ് കിട്ടാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അതെല്ലാം അവഗണിച്ച് എന്തിനാണ് പ്രവാസി നാട്ടിൽ വരുന്നത്? ഒരു നോക്ക് തന്റെ കുഞ്ഞു മക്കളെ ഒന്ന് കാണണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ കൊടുക്കണം, തന്റെ മാതാപിതാക്കളെ കാണണം, തന്റെ വേണ്ടപ്പെട്ടവരെ ഒന്ന് സംഗമിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയല്ലേ വരുന്നത്? ഇഷ്ടമുള്ളത് കൊണ്ടുവരില്ലേ? എന്നാലും ഉമ്മത്തിനോട് ഏറ്റവും അധികം ഇഷ്ടമുള്ള, ഉമ്മത്തിനൊരു മക്കളെ സ്നേഹിച്ചതിനേക്കാളേറെ മുഴുവൻ കാരുണ്യം കാണിച്ച അഷ്റഫുൽ വറ റഹ്മത്തുൽ ലിൽ ആലമീൻ ഗുരു മുഹമ്മദ് മുസ്തഫ. ഒരു കോലുമിഠായി കൊണ്ടുവന്നാ പോരാ, ഒരു ഐസ്ക്രീം കൊണ്ടുവന്നാ പോരാ, ഒരു ബ്രെഡും ജാമും കൊണ്ടുവന്നാ പോരാ. അവിടെ കൊണ്ടുവരേണ്ടത് ഏറ്റവും തിന്നാൻ തീരാത്ത മിഠായി, ഈമ്പിയാൽ അവസാനിക്കാത്തത്, ആസ്വദിച്ചാൽ തീരാത്തത്, വീണ്ടും 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 ഉയർന്നു പോകാൻ പറ്റിയ ഒരു സമ്മാനം. അത് നോക്കി നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്നിട്ട് കയ്യട്ടെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒരു സ്ഥലത്ത് മാത്രം സമിഅ അല്ലാഹു ലിമൻ ഹമിദ്. അതിന് വേറെ കാരണം, അതിൽ ഞാനിപ്പോ ഇറങ്ങിയ വിഷയം മാറും. അത് വലിയൊരു വിഷയമാണ്, ഞാൻ ഇപ്പൊ പറയണില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഒരു മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കാം. ഇസ്ലാമിൽ സുന്നത്തുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകും. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വഹാബത്തും നടക്കുമ്പോ കയറ്റം കയറുന്ന സമയത്തൊക്കെ അവർ അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ വണ്ടി കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയൽ സുന്നത്താണ്. നടന്നു പോകുമ്പോൾ കയറ്റം കയറുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഈ തക്ബീർ അല്ലാഹു അക്ബർ, അതിനർത്ഥം അല്ലാഹു ഏറ്റവും വലിയവൻ, ഏറ്റവും ഉന്നതൻ. ഉയർച്ചയുടെ മന്ത്രമാണ് തക്ബീർ.
ആ ഉയർച്ച കയറ്റം. അപ്പൊ നിസ്കാരം ശരിക്ക് ഒരു മനുഷ്യൻ ആത്മീയമായിട്ട് എങ്ങോട്ട് കയറാ? കയറ്റം കയറല്ല, അതേ കയറ്റമാണ്. പക്ഷെ ഈ കയറ്റമല്ല, ആത്മീയമായ പടവുകൾ കയറി 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 പോവാ. അല്ലാഹു അക്ബർ, നിസ്കാരത്തിന് ഉള്ളിലേക്ക് ചെല്ലും. അല്ലാഹു അക്ബർ, വീണ്ടും ഉള്ളിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശ്രദ്ധിക്കണേ, അങ്ങനെ തക്ബീറുകൾ ചെല്ലി 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 പഠിച്ചുകൊണ്ട് മുന്നിലെത്തി. അതാ നിസ്കാരം. അങ്ങനെ മുന്നിലെത്തി റബ്ബിന്റെ മുന്നിൽ ഇരിക്കുക, അതാണ് തഹിയ്യ. എന്നിട്ട് റബ്ബിനോട് സംസാരിക്കണം. തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. ഹബീബായ നബി തങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞ അതേ വചനങ്ങൾ അടിമകൾ ഓരോ സമയത്തും നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നു. മഹാന്മാര് പറഞ്ഞതാ തക്ബീർ ഉയർച്ചയാണ്, അത് മുന്നോട്ടുള്ള ഗമനമാണ്, അത് ആത്മീയമായ ആരോഹണമാണ്. ഇനി ഹദീസ് ചേർത്ത് വായിക്കൂ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മിഅ്റാജാണ് നിസ്കാരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? മിഅ്റാജാണ് നിസ്കാരം, നിസ്കാരത്തിൽ ഉയരുകയാണ്. ആ നിസ്കാരത്തിലെ ഉയർച്ചയുടെ പൂർത്തിയും അത് രൂപമാണ് നിസ്കാരത്തിലെ സുജൂദ്. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅദു, 7 അവയവങ്ങൾ വെച്ച് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 7 അവയവങ്ങൾ, കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ, കൈവെള്ളകൾ, നെറ്റിത്തടം, 7ാമത്തെ അവയവം. ഇത് 7ാമത്തെ ആകാശത്തിലേക്കുള്ള ഉയർച്ചയുടെ സൂചനയാണ്. ശരീരത്തിന്റെ ഉയർന്ന 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 7ാമത്തെ ആകാശം നെറ്റിത്തടം. ആ നെറ്റിത്തടമാണ് സുജൂദിൽ വെക്കുന്നതോടുകൂടെയാണ് മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദിന്റെ സമയം. അതായത് അവൻ ഏറ്റവും താഴോട്ട് പോകുന്ന സമയത്തിലാണ് അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് അവന് ബോധ്യം. ഒരിക്കലും സുജൂദ് ചെയ്യാതെ ഇങ്ങനെ മസില് പിടിച്ച് പെരടിക്ക് ബടി വെച്ചെത്തിയ മാതിരി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്നെയാണ് വലിയ ആൾക്കാർ എന്ന് അവർക്ക് തോന്നുന്നു. കാരണം അവനെ കാണാൻ വലിയവനില്ല, അഹങ്കാരിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. കാരണം അവന്റെ തല താഴില്ല, റുക്കൂഇലേക്ക് പോവില്ല. എന്നിട്ടല്ലേ സുജൂദിലേക്ക് പോകും. സുജൂദിലേക്ക് പോകുമ്പോൾ ശരീരത്തിന്റെ 2 വശങ്ങൾ, മുൻ പിൻ ദ്വാരങ്ങൾ അടങ്ങുന്ന 2 ഭാഗങ്ങൾ, ഒന്ന് മൂത്രം മറ്റൊന്ന് മലം, ഇത് വിസർജിക്കുന്ന ഇടങ്ങളാണ്. ആ സ്ഥലം വരെ അവൻ ഉയർത്തി വെച്ചിരിക്കണം. എന്നിട്ട് അവന്റെ ഏറ്റവും ശറഫാക്കപ്പെട്ട നെറ്റിത്തടം നിലത്ത് വെക്കണം. എന്നിട്ട് ഞാൻ ഒന്നുമല്ല, എന്റെ ഏറ്റവും വൃത്തികെട്ട ഭാഗത്തേക്കാൾ വരെ എന്റെ നെറ്റിയെ ഞാൻ താഴ്ത്തി വെച്ചു. ഏറ്റവും താഴ്ന്നവൻ, ഏറ്റവും സാധു, ഏറ്റവും ദോഷി. പക്ഷേ എന്റെ റബ്ബ് അല്ലാഹു അക്ബർ, മനുഷ്യൻ എത്ര താഴ്ന്നു, മൻ തവാളഅ റഫഅഹുല്ലാഹ്. ഒരാൾ താഴ്മ ചെയ്താൽ അല്ലാഹു അവനെ ഉയർത്തും. അതാണ് സുജൂദ്. വമൻ തകബ്ബറ, ആരെങ്കിലും സുജൂദ് ചെയ്യാൻ സമ്മതിക്കാതെ തല നിവർത്തുന്നാൽ, ഉദാഹരണം ഇബ്ലീസ്, ഞാൻ സുജൂദ് ചെയ്യേ, എന്നെ കിട്ടൂല. സുജൂദിന് വിസമ്മതിച്ചവൻ അല്ലാഹു 7ാം ഭൂമിയുടെ അടിത്തട്ടിലേക്ക്, പാതാളത്തിലേക്ക് അവരെ താഴ്ത്തി കളയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇബ്ലീസിൽ കണ്ടത്. സുജൂദ് അത് അടിമത്തത്തിന്റെ, അതായത് രാജകീയ. അടിമയാണ് രാജാവ്, അടിമയാണ് രാജാവ്. നാളെ സ്വർഗത്തിൽ ഒരു വിശ്വാസി കടന്നാൽ, നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, മിനായില് തമ്പിലൊക്കെ. അല്ലാഹു നമുക്ക് ഹജ്ജിനും ഉംറക്കൊക്കെ തൗഫീഖ് തരട്ടെ. അതിന് ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഹജ്ജിന് നറുക്കെടുപ്പിൽ കിട്ടിയിക്കണിട്ടോ. അതിന്റെ ടൈമാണ് ഇപ്പൊ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ മിനായിലൊക്കെ ചെന്നാൽ അവിടെ കാണുന്ന ബെഡ്, മലന്ന് കടന്നാൽ നമ്മളെ കൈ രണ്ടാളും അപ്പുറത്തോളം മേത്തട്ടും, ചെരിഞ്ഞ് കടന്നാൽ നമ്മുടെ മൂക്കുമ തട്ടും. അത്ര ചെറിയ വീതിയുള്ള ബെഡാണ് തമ്പിലൊക്കെ കിട്ടുക. അത് കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാഹ് ഒന്ന് കാല് നീട്ടി കിടക്കാൻ സൗകര്യം ഉണ്ടാലോ എന്നുള്ള സന്തോഷം. എന്നാലേ നാളെ ഇനിയിപ്പോ ഒരു വീട് കിട്ടിയെന്ന്, ചില വീടുകളിലൊക്കെ ചെന്നാൽ 10 ആൾക്കാർക്ക് തന്നെ നിന്ന് തിരിയാൻ പറ്റാത്ത ചെറിയ കുടിലുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരില്ലേ. പക്ഷേ സ്വർഗത്തിൽ ഇങ്ങനെ താമസിച്ചൊരു വ്യക്തി നാളെ സ്വർഗത്തിൽ ചെന്നാല് അയാളെ കണ്ണുകൊണ്ട് കാണാൻ
കണ്ടെത്തിക്കാൻ കഴിയാത്ത അത്രയും വ്യാപ്തിയും വിശാലതയുമുള്ള ഒരു സാമ്രാജ്യം. അല്ലാതെ ഒരു മുറിയല്ല, സ്വർഗം തന്നെ ഒരു റൂം കൊടുക്കുകയെന്നല്ല, ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൽ അയാൾക്ക് വേലക്കാരുണ്ടാകും, അയാൾക്ക് ഖാദിമീങ്ങൾ ഉണ്ടാകും, ആ വ്യക്തികൾക്ക് തോഴികൾ ഉണ്ടാകും, മണവാട്ടികൾ ഉണ്ടാകും, അയാൾക്ക് പഴങ്ങൾ ഉണ്ടാവും, കൃഷികൾ ഉണ്ടാവും, അരുവികൾ ഉണ്ടാവും, പുഴകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിലെ രാജാവാണ് ഈ മനുഷ്യൻ. ഇത് ഞാൻ പറയല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളതാണ്. അത്ര വലിയൊരു സാമ്രാജ്യത്തിന് അധിപനായിരിക്കും ഒരു അടിമ. അപ്പൊ അടിമയാണ് ശരിക്ക് ഉടമയാകാൻ പോകുന്നത്, അടിമയാണ് ശരിക്ക് രാജാവ്, വേലക്കാരനാണ് ശരിക്കും തൊഴിലുടമ. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ നേരം മറിച്ച് ഇവിടുന്ന് ഞാൻ തന്നെ രാജാവ് എന്നാണ് തലപൊന്തിച്ച് ഇബ്ലീസിന് പറയുന്നാലോ, അവൻ 7-ാം ഭൂമിന് അടിത്തട്ടിലെ ഏറ്റവും വൃത്തികെട്ട ഒരു അവസ്ഥയിൽ തടം താഴ്ത്തപ്പെടുന്നവരുമായിരിക്കും. അടിമത്വമാണ്, അതാണ് നിസ്കാരം. മെഹറാജാണ് നിസ്കാരം, അതായത് അടിമത്വമാണ് നിസ്കാരം, അതായത് താഴ്മയാണ് നിസ്കാരം. റബ്ബിനെ തിരിച്ചറിയലാണ് ഇബാദത്ത്, അല്ലാഹുവിലേക്കുള്ള ആരോഹണമാണ് ഇബാദത്ത്. തക്ബീർ ചൊല്ലി റബ്ബിലേക്ക് അടുത്തടുത്തടുത്ത് അവസാനം റബ്ബിന്റെ ഹളറത്തിൽ ചെന്ന് തഹിയ്യത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ തിരുമുൽ കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു ആരാധനാ കർമ്മം നമുക്ക് കിട്ടിയത് ഇതുപോലെയുള്ള ഒരു റജബ് 27 രാവിനായിരുന്നു എന്ന് തിരിച്ചറിയുകയും ആ രാവ് അത്രയ്ക്ക് സർഫാക്കപ്പെട്ട മെഹറാജിന്റെ രാവിനെന്ത് വഹാബി ഇങ്ങനെ അഹങ്കരിച്ച നമ്മൾ അത് നോക്കണ്ട. നമ്മൾ അഹ്ലു സുന്നത്തിന്റെ ആശയം ആചരിക്കുന്നവരാണ്. മെഹറാജ് രാവിലെ റബ്ബിനെ അവന്റെ കാമിലായ അടിമ മുലാഖാത്ത് നടത്തി ദർശനം നടത്തി സമാഗമം ഉണ്ടായോ, അതിനൊരു ആദരവ് എന്തായാലും. വെഡിങ് ആനിവേഴ്സറി അത് ഭയങ്കര, പക്ഷേ അത് പറ്റൂല. ഇവനും അവന്റെ പെണ്ണുങ്ങളും തമ്മിൽ ആദ്യമായിട്ടൊന്ന് തൊട്ടത് ഭയങ്കര. എന്നിട്ട് അതിനെ വാർഷികം വർഷം തോറും കല്യാണത്തിന്റെ ആനിവേഴ്സറി കേക്ക് മുറിച്ചും മറ്റേത് മാപ്പിള പെണ്ണുങ്ങൾക്ക് വെച്ചു കൊടുത്തു. പെണ്ണുങ്ങൾ മാപ്പിള എന്താ പതിലുള്ള ഓല് തമ്മിൽ കണ്ടുമുട്ടിയതിന് എത്രമാത്രം ബഹുമാനം കൊടുക്കാമെന്ന്. റബ്ബിനെ റസൂലുള്ള കണ്ടുമുട്ടിയാൽ അവന് ബഹുമാനമല്ല. അതല്ലേ ആദരിക്കപ്പെടാൻ, അതല്ലേ മനുഷ്യ ജീവിതത്തിന് സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരം നടന്ന രാവല്ലോ മെഹറാജ് രാവ്, അതിനെ ആദരിക്കണം. അത് അടുത്ത ബുധനാഴ്ച രാത്രിയാണ്. ആ നന്ദിക്ക്, ഈ കിട്ടിയ നിഅമത്തിന് ശുക്ർ ചെയ്യൽ നമ്മുടെ വാജിബല്ലേ, ഉത്തരവാദിത്തല്ലേ. അത് ആ നന്ദി എന്നോണം പിറ്റേന്ന് നോൽമുൻ നോൽക്കുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, ആമീൻ. പറഞ്ഞാൽ തീരാത്തത്ര അസ്റാറുകളും രഹസ്യങ്ങളും അടങ്ങുന്ന ഒരു മഹാസംഭവമാണ് മെഹറാജ്. അത്രയും സിർറുകളും രഹസ്യങ്ങളും കുടികൊള്ളുന്ന ഒരു സംഭവം. അത് പറഞ്ഞാൽ തീർക്കാനൊന്നും ഒരാളെ കൊണ്ടും കഴിയില്ല. പക്ഷെ അത് ലേശമെങ്കിലും എന്റെ മഹല്ല് നിവാസികളിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുള്ള മുഅ്മിനീങ്ങളുടെ മുന്നിൽ പറയാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ടാണ് അല്പമെങ്കിലും ഞാൻ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മെഹറാജ് രാവും അതിന്റെ പകലൊക്കെ ഇബാദത്ത് കൊണ്ട് മുഖരിതമാക്കണം. റജബ് ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇബാദത്തുകൾ ചെയ്യേണ്ട മാസമാണ്, ദുആക്ക് ഉത്തരമുള്ള മാസമാണെന്ന് ആരും മറക്കണ്ട. നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ കൈ ഉയർത്തി ചോദിച്ചു വാങ്ങാൻ പറ്റിയ മാസങ്ങളാണ്. പകലിനേക്കാളും മഹത്തരമാണ് ഇതിന്റെ രാവുകൾ, രാവ് പോലെ തന്നെ മഹത്തരമാണ് അതിന്റെ പകലുകൾ. അതിനെ ഇബാദത്ത് കൊണ്ട് മുഖരിതമാക്കി തഖ്വയുള്ളവരിൽ പെടാൻ ഞാനും നിങ്ങളും ഒന്ന് ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, വിശുദ്ധ റജബിന്റെ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഞങ്ങൾ ഇരുന്നത് ഞങ്ങൾ ആഖിറത്തിൽ വിജയിക്കാനുള്ള ഒരു കാരണമാക്കണേ റബ്ബേ. ഈ ഇരുത്തത്തിന്റെയും ഈ കേൾക്കലിന്റെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് പറ്റിയ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. റജബിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റബ്ബേ. മെഹറാജിന്റെ രാവും പകലും ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനുർ റഹീമേ, ഞങ്ങളുടെ ജീവിതം ഖൈറാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം ഖൈറാക്കണേ അല്ലാഹ്. മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. സകല ശർറുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാഹ്. റഹ്മാനുർ റഹീമേ, ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്തും മറ്റും വിശ്രമിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നാളെ ഞങ്ങളെ ഹബീബ് മിഅ്റാജിന്റെ തിളങ്ങുന്ന താരകമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.